നല്ല തട്ടുകട സ്പെഷ്യൽ ഗ്രീൻ പീസ് ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇതുപോലൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് ജീരകം, കരിയാപ്പില, ഉള്ളി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇവരോട് ഇടുക. എല്ലാം കട്ട് ചെയ്ത ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിയും ഈ കാര്യങ്ങളും തക്കാളിയും പച്ചമുളകെല്ലാം ഒന്ന് നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ്റെ മസാല ടേസ്റ്റ് ഇട്ടാൽ, പിന്നെ കുരുമുളക്, ആ തട്ടുകടയിലെ ആ ഫീൽ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇല്ലേ, അത് അതിലോട്ട് തട്ടിക്കൊടുക്കുക. അതിനുശേഷം 1-2 മുട്ട പൊട്ടിച്ച് നല്ല രീതിക്ക് ഒഴിച്ചു കൊടുക്കുക, മിക്സ് ആക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 മുട്ടയാണ്. 2-3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നിങ്ങൾ ആവശ്യത്തിനുള്ള രീതിക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുള്ളൂ. അങ്ങനെ നല്ല രീതിക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇളക്ക് നിർത്തരുത്. ഇളക്കി കഴിഞ്ഞാൽ ഇതായി പൊടി പിടിച്ചു പോകും. എഗ്ഗല്ലേ, അപ്പം നല്ല രീതിക്ക് മിക്സ് ചെയ്ത്, അപ്പം ഗ്രീൻ പീസ് റെഡി. അങ്ങനെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പുതിന മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ചൂട് മാറുന്നതിന് മുന്നേ നമ്മൾ പ്ലേറ്റിലോട്ട് ഇങ്ങോട്ട് തട്ടുക. എന്നിട്ട് ഒരു പീസ് സവോള ഉള്ളില്ലേ കട്ട് ചെയ്ത് വെച്ച് ക്രഷ് ചെയ്ത് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ഒരു ചെറുനാരങ്ങ നല്ല രീതിക്ക് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ പൊന്നെ, ആ തട്ടുകട കിട്ടുന്ന അതേ സാധനം ഒരു രക്ഷയില്ല കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് സപ്പോർട്ട് ചെയ്യുക.